രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സസ്പെൻഡ് ചെയ്ത് കോൺഗ്രസ്. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത രാഹുലിനോട് കോൺഗ്രസ് വിശദീകരണം തേടും. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകും. രാഹുലിനെതിരായ ആരോപണം ഗുരുതരമാണ് എന്ന് വിലയിരുത്തിയാണ് പാർട്ടി നടപടി. MLA സ്ഥാനത്തു നിന്നുള്ള രാജി ഉടനുണ്ടാകില്ല. ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ തിരിച്ചടിയാകുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. KR സാജു വിവരങ്ങളുമായി ചേരുന്നു. സാജു, വളരെ തന്ത്രപരമായ ഒരു നീക്കമായി ഇതിനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഒരു ഘട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നേക്കാം എന്ന ആശങ്ക മുന്നിൽ അത് ഒഴിവാക്കുക. മറ്റൊന്ന്, നടപടി വേണമെന്ന അതിശക്തമായ ആവശ്യം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുമ്പോൾ നടപടിയെടുക്കുക. മറ്റൊന്ന്, രാഹുലിനെ ഒറ്റതിരിഞ്ഞ് വേട്ടയാടുന്നു എന്ന പാർട്ടിക്കുള്ളിലെ മറ്റൊരു വിഭാഗത്തിന്റെ വായടപ്പിക്കുക. അങ്ങനെ മൂന്ന് കാര്യവും സാധിച്ചോ കോൺഗ്രസ് ഇതിലൂടെ? കോൺഗ്രസ് അജിംസു പറഞ്ഞതാണ് ഇതിനകത്തെ ഏറ്റവും വസ്തുതാപരമായ കാര്യം. ഒരു തന്ത്രപരമായ നീക്കത്തിലൂടെ കോൺഗ്രസ് എല്ലാ അർത്ഥത്തിലും അതിന്റെ നേട്ടം രാഷ്ട്രീയമായി കൊയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. പാർട്ടിക്കുള്ളിൽ ഇതൊരു ഇരട്ട നീതിയുടെ പ്രശ്നമായി അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അതിനെയും ഉൾക്കൊണ്ടു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ നടപടി എടുക്കുകയും ചെയ്തു എന്ന് വരുത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞു. ഒപ്പം ഞങ്ങൾ രണ്ടാമതൊരു ഉപതെരഞ്ഞെടുപ്പ് കൂടി പാലക്കാട് അടിച്ചേൽപ്പിക്കാതിരിക്കാനുള്ള സമീപനമാണ് സ്വീകരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നടപടിക്ക് നയപരമായ അല്ലെങ്കിൽ തന്ത്രപരമായ ഒരു വ്യാഖ്യാനം നൽകുക കൂടിയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്തിരിക്കുന്നത്. നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ രാജിവെപ്പിച്ചപ്പോൾ തന്നെ വിവാദങ്ങൾ ഏതാണ്ടൊക്കെ ഒന്ന് കെട്ടടങ്ങിയതായിരുന്നു. പക്ഷേ പിന്നീടും ചില സ്ക്രീൻഷോട്ടുകളും മറ്റും പുറത്തു വന്നതിനു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ കടുത്ത നടപടി ഉണ്ടാകും എന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പരസ്യമായി പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു. ആ VD സതീശൻ പാർട്ടിക്കുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കണമെന്ന ആവശ്യമുയർത്തി. അതിന് പിന്തുണയുമായി പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയും മുതിർന്ന നേതാക്കളും എത്തി. പക്ഷേ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, KPCC ഭാരവാഹികളും MPമാരും MLAമാരും അടക്കമുള്ള നേതാക്കളുമായി ആശയവിനിമയം നടത്തിയപ്പോൾ രാജി എന്ന കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായം വരുന്നു. അതിൽ ഒന്ന് ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഭീതി തന്നെയായിരുന്നു. അപ്പോൾ നിയമോപദേശം തേടിയപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ തള്ളേണ്ടതില്ലെന്ന സൂചന നൽകുന്ന ഒരു നിയമോപദേശം കിട്ടുന്നു. അത് വെച്ചുകൊണ്ട് കാര്യങ്ങളിൽ വീണ്ടും ചർച്ചകൾ നടക്കുന്നു. അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കണം എന്ന നിർദ്ദേശത്തിന് ഏതാണ്ടൊരു പൂർണ്ണ രൂപം വരുന്നു. അത് മുന്നിൽ വെച്ചുകൊണ്ട് MLA സ്ഥാനത്തു നിന്നുള്ള രാജി ഒഴിവാക്കുന്നു. പിന്നെ എന്ത് നടപടിയെടുക്കാം എന്ന് വന്നപ്പോഴും KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാർ അടക്കമുള്ളവർ ഇരട്ട നീതി വിഷയം ഉയർത്തിക്കാട്ടുന്നു. M വിൻസെന്റിനും എൽദോസ് കുന്നപ്പള്ളിക്കുമെതിരെ പാർട്ടി ഇത്തരം കടുത്ത നടപടികളിലേക്ക് പോയിരുന്നില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. അവർക്കെതിരെ കേസുണ്ടായിരുന്നു, ജയിലിൽ കടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ കൂടി കേൾക്കണം. അയാൾ ഇന്നലെ അവന്തിക കേസിൽ ചില ശബ്ദരേഖകൾ പുറത്തുവിട്ടുകൊണ്ട് വിശദീകരണം നൽകിയിരുന്നു. അതുപോലെ മറ്റ് ആരോപണങ്ങളും അയാൾക്ക് പാർട്ടിക്ക് മുന്നിലെങ്കിലും വിശദീകരിക്കാനുള്ള അവസരമൊരുക്കണം എന്ന ആവശ്യം പാർട്ടിക്കുള്ളിലുണ്ടായി. ഒപ്പം തന്നെ CPM നടത്തുന്ന പ്രചരണങ്ങൾക്ക് അനുസൃതമായ തീരുമാനം എടുക്കരുത്, കീഴ്വഴക്കങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൽ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും വേണം എന്ന തരത്തിലേക്ക് ചർച്ച കൊണ്ടുപോകാൻ രാഹുൽ മാങ്കൂട്ടത്തെ കൂടി പിന്തുണയ്ക്കുന്നവർക്ക് പാർട്ടിക്കുള്ളിൽ കഴിഞ്ഞു എന്നുള്ളതാണ്. അതോടുകൂടി സതീശന്റെ കടുത്ത നിലപാടിനൊപ്പം ഭൂരിഭാഗം നേതാക്കളും പിൻവാങ്ങി തുടങ്ങി. നേരത്തെ ആദ്യഘട്ടത്തിൽ കടുത്ത നിലപാടെടുത്ത പലരും അയയുകയും ചെയ്തു. തുടർന്ന് സസ്പെൻഷനിൽ തീരുമാനമെടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ തീരുമാനം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിക്കും. ഹൈക്കമാൻഡിന്റെ കൂടി അനുമതി ലഭിച്ച ശേഷമായിരിക്കും ഔദ്യോഗികമായി ഈ തീരുമാനം പ്രഖ്യാപിക്കുക. അപ്പോൾ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഉണ്ടോ എന്നറിയാൻ കഴിയുള്ളൂ. സാധാരണ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്ന രീതിയാണുള്ളത്. പക്ഷേ ഇവിടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന വിവരം മാത്രമാണ് KPCC നേതൃത്വം ഇപ്പോൾ നൽകുന്നത്. സ്വാഭാവികമായും കൂടുതൽ നടപടികൾ ഉണ്ടോ എന്ന ചോദ്യത്തിന് K മുരളീധരന്റെ മറുപടിയിൽ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നിയമസഭാ സമ്മേളനത്തിൽ നിന്നും മാറ്റി നിർത്തുമെന്നാണ്. മറ്റു വിശദീകരണങ്ങൾ കേട്ട ശേഷം കൂടുതൽ വെളിപ്പെടുത്തലുകളോ മറ്റോ ഉണ്ടായാൽ മൂന്നാം ഘട്ട നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടി K മുരളീധരൻ പങ്കുവെക്കുന്നുണ്ട്. സ്വാഭാവികമായി രാഷ്ട്രീയകാര്യ സമിതി അംഗമായ K മുരളീധരൻ അടക്കമുള്ള മുൻ KPCC പ്രസിഡന്റുമാർ അടക്കമുള്ളവരോട് കൂടിയാലോചിച്ച ശേഷം മാത്രമായിരിക്കാം സസ്പെൻഷനിലേക്ക് ഒതുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം K മുരളീധരന്റെ ഇപ്പോഴത്തെ പ്രതികരണം എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നേരത്തെ VD സതീശൻ ആഗ്രഹിച്ചതുപോലുള്ള ഒരു കടുത്ത നടപടി MLA സ്ഥാനം രാജിവെപ്പിക്കുക എന്ന നടപടി ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നില്ല.
കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഈ നിലപാടിനെ ഹൈക്കമാൻഡും അംഗീകരിക്കും. ഇന്നലെ തന്നെ ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം, കേരളത്തിലെ നേതാക്കൾ എന്ത് നിലപാട് ഐക്യകണ്ഠേന എടുക്കുന്നോ ആ തീരുമാനത്തിനൊപ്പമാണ് ഹൈക്കമാൻഡിന്റേതായ ഒരു നിർദ്ദേശം ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം ഹൈക്കമാൻഡും രാജിവെക്കാം എന്ന നിലപാടൊക്കെ സ്വീകരിച്ചിരുന്നു. പക്ഷേ അത് ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനവും ഇക്കാര്യത്തിൽ കേരളത്തിൽ അടിച്ചേൽപ്പിക്കേണ്ടതില്ല എന്നതായിരുന്നു ഹൈക്കമാൻഡിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സണ്ണി ജോസഫ് നിലപാട് അറിയിക്കുമ്പോൾ അതിന് അംഗീകാരം നൽകുകയായിരിക്കും ചെയ്യുക. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കേരളത്തിൽ നിന്നുള്ള KC വേണുഗോപാലാണ്. അദ്ദേഹം കേരള വിഷയങ്ങളിൽ ഒറ്റയ്ക്കിപ്പോൾ തീരുമാനം എടുക്കാറില്ല. അത് കേരളത്തിലെ വിഷയങ്ങളിൽ വല്ലാതെ ഇടപെടുന്നു എന്ന പ്രതീതി ഉണ്ടാക്കാൻ KC വേണുഗോപാൽ ആഗ്രഹിക്കാറില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം കേരളത്തിലെ നേതാക്കളുടെ കൂടിയാലോചനകൾക്കനുസരിച്ച് വരുന്ന തീരുമാനത്തിന് കയ്യൊപ്പ് ചാർത്തുക എന്ന രീതിയാണ് സ്വീകരിക്കാറുള്ളത്. അദ്ദേഹത്തിന്റെ നിലപാടുകൾ പാർട്ടി നേതൃത്വത്തോട് വിശദീകരിക്കാറുണ്ടെങ്കിൽ പോലും അന്തിമമായി കേരളത്തിൽ നിന്ന് വരുന്ന തീരുമാനത്തിന് എതിരെ നിൽക്കാറില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിലും അങ്ങനെ തന്നെയായിരിക്കും. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള അറിയിപ്പ് KPCC അധ്യക്ഷന്റേതായി താമസിയാതെ എത്തും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സാജു, ഈ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം എല്ലാം കേട്ടു എന്ന് പറയുമ്പോൾ ഷാഫി പറമ്പിൽ ഒരഭിപ്രായവും അറിയിച്ചില്ലേ? ഷാഫി പറമ്പിൽ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. ഷാഫി പറമ്പിൽ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റാണ്. വർക്കിംഗ് പ്രസിഡന്റുമാർ അടക്കമുള്ളവരാണ് രാഹുൽ മാങ്കൂട്ടത്തെ രാജിവെപ്പിക്കേണ്ടതില്ല, MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കേണ്ടതില്ല എന്ന നിലപാട് ഉയർത്തിയത്. അവരാണ് ഇരട്ട നീതിയുടെ പ്രശ്നം ചൂണ്ടിക്കാട്ടിയത്. അവരാണ് ഇത്തരം കീഴ്വഴക്കങ്ങൾ ഉണ്ടാക്കരുത് എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിനായി നടത്തിയ നീക്കം കോൺഗ്രസിനുള്ളിൽ വിജയിച്ചിരിക്കുന്നു എന്നുകൂടിയാണ് ഇത് സസ്പെൻഷനിലേക്ക് എത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് പാർട്ടിയുടെ ഒരു അന്വേഷണം പോലും നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല. ആരോപണങ്ങൾ ഗുരുതരമാണ് എന്ന് വിലയിരുത്തും എന്നത് മാത്രമേ ഉള്ളൂ. നടപടികൾ ഒരുപക്ഷെ സ്പീക്കറെ അറിയിക്കുന്നിടത്തേക്ക് പോലും ഉണ്ടാവില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ സസ്പെൻഷൻ നടപടി സ്പീക്കറെ അറിയിച്ചു കഴിഞ്ഞാൽ അക്കാര്യത്തിൽ നേരിടാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ മറ്റ് നടപടികളിലേക്ക് സ്പീക്കർക്ക് കടക്കേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് നടപടി സ്പീക്കറെ അറിയിക്കില്ല. പകരം രാഹുൽ മാങ്കൂട്ടത്തോട് നിയമസഭാ സമ്മേളനത്തിൽ നിന്നും മാറി നിൽക്കാനുള്ള നിർദ്ദേശം നൽകുകയായിരിക്കും പാർട്ടി നേതൃത്വം നൽകുക എന്ന സൂചനകളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ ഇന്ന് കോഴിക്കോടാണ് KPCC അധ്യക്ഷനുള്ളത്. അദ്ദേഹം വ്യക്തമാക്കും മാധ്യമങ്ങളോട് എന്ന സൂചനകളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ഏതായാലും ഈ സസ്പെൻഷൻ നടപടിയിൽ പൂർണ്ണ തൃപ്തരല്ല നേതാക്കളിൽ പലരും എന്നതാണ് K. മുരളീധരന്റെ പ്രതികരണത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത്.